എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Queen of Ocean, 9 of Swords, Vortex, 6 of Cups, 10 of Swords, 3 of Pentacles energy connections. First of all, Queen of Ocean, 10 of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു മാസത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷവും തൃപ്തിയും മനസ്സമാധാനവും ഒക്കെ നൽകുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല പല കാര്യങ്ങളും, പല സംഘർഷങ്ങളും, ജീവിതത്തിൽ ഒത്തിരി നാടകങ്ങൾ, അതായത് ഒത്തിരി ഡ്രാമയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അടുത്തിടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ പര്യവസാനം ആണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു റിലീഫ് എന്ന് തന്നെ പറയാം, റിലീഫ് മന്ത് എന്ന് പറയാം. അതായത് മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ പറയും ചെളിവാരി എറിയ പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഡ്രാമാസ് കാര്യങ്ങൾ, വീട്ടുകാർ, നാട്ടുകാർ, അങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ളവരും അതിൻ്റെയൊക്കെ ഒരു പര്യവസാനമായതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി സ്വസ്ഥതയും സമാധാനത്തിലേക്ക് കടക്കുന്ന ഒരു സമയം എന്ന് പറയാം. വോക്ക് അവേ സിറ്റുവേഷനാണ്, ലെറ്റ് ഗോ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വളരെയധികം കംപ്ലീറ്റ് ഡ്രാമ ഫ്രീ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തൊരു വിക്ടിംഹുഡ്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ജീവിതം ഏത് രീതിയിലാണോ ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ക്വീൻ ഓഫ് ഓഷ്യൻ എനർജിയാണ്, മദർഹുഡ്, ഹാപ്പിനെസ്, അബണ്ടൻസ് സിറ്റുവേഷനാണ്. അപ്പം ഇവിടെ ഒരു ലവിങ് പാർട്ട്ണർ, ഫാമിലി ആൻഡ് കംഫർട്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നത്. അതായത് സാമ്പത്തികമായിട്ട്, അതേപോലെ കുടുംബ അന്തരീക്ഷത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ലിവിങ് പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ബന്ധങ്ങൾ വളരെയധികം ഒരു ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ജീവിതത്തിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അടുത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ മാറും, ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു മാസമാണ്. അത് ഒത്തിരി വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒരു വളർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ 9 ഓഫ് സോഴ്സ് എനർജി ആൻഡ് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു ഒത്തിരി പറയുമല്ലോ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കാര്യങ്ങൾ, അപ്പോൾ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഒത്തിരി ആങ്സൈറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു നെക്സ്റ്റ് മന്തിലേക്ക് അല്ലെങ്കിൽ ഈ മെയ് മാസത്തിലേക്ക് നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. അപ്പോൾ അത് എൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അതൊരിക്കലും എൻഡ് ആവില്ല. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഇതോടുകൂടി എല്ലാം നിർത്തുകയാണ്. ആ ഒരു ആങ്സൈറ്റി, സ്ട്രെസ് ഇതൊക്കെ തീരുകയാണെന്ന് മനസ്സിൽ നിങ്ങൾ വയ്ക്കുക. അല്ലാത്ത പക്ഷേ ഇത് ഈ മൈൻഡിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകും. പിന്നെ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം സിറ്റുവേഷൻസ് അറിയാം, തീർച്ചയായിട്ടും നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റാളുകൾ അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നുണ്ടാവും. പക്ഷേ നമ്മളതിനെ അവർക്ക് അത് പറ്റില്ല, നോ എന്നുള്ളത് അവരോട് തറപ്പിച്ച് പറയുകയാണെങ്കിൽ നോ, അതിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. കാരണം അതിനുള്ളൊരവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുകയും ഫാമിലി ഇഷ്യൂസ്, ആങ്സൈറ്റി പാറ്റേൺസ് അതൊക്കെ ഒരു വറിയറാണ്. നിങ്ങളിപ്പോൾ മുന്തിനും ഏതിനുമൊക്കെ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാതെ സിറ്റുവേഷനൊക്കെ മാറണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കോളജി, സൈക്കോതെറാപ്പി അതേപോലത്തെ ആളുകളായിട്ട് കണക്ട് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പോലുള്ള ഒരു കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ കാരണം ഉറക്കം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ രാത്രി ഉറക്കം ഉണ്ടാവില്ല.
രാവിലെ ഒത്തിരി വൈകിയായിരിക്കും. ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ലെവലിനെയും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ സ്ട്രെസ്സും ആങ്സൈറ്റി ഓവർ തിങ്കിങ്ങും ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മെൻ്റൽ ഓവർലോഡാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിന് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക. പിന്നെ ഈ സമയം എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ്, അപ്പോൾ ഒത്തിരി റിലേഷൻഷിപ്പിൽ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടായി. അതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ മക്കൾ, അച്ഛനമ്മമാർ, അല്ലെങ്കിൽ കാരണം ഇവിടുത്തെ ഒരു എനർജി, കുട്ടികളായിട്ടുള്ള എനർജി സ്ട്രോങ് ആണ്. അപ്പോൾ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. നല്ല രീതിയിൽ കമ്പനി എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇതാക്കുന്ന, അതായത് നിങ്ങൾ ബാല്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വീണ്ടും ഒരു നൊസ്റ്റാൾജിയ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു റീയൂണിയൻ കാര്യങ്ങളാവാം. ഇപ്പോൾ നിങ്ങൾ ജനിച്ചു വളർന്ന ഇടം, നിങ്ങളുടെ തറവാട്ടിലേക്കൊക്കെ നിങ്ങൾ പോകുന്നൊരു സിറ്റുവേഷൻ. അതേപോലെ ഒരു പീസ്, ഒരു സെക്യൂരിറ്റി, ഒരു കംഫർട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്വസ്ഥതയും സമാധാനവും, ബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു നമ്മൾ പറയില്ലേ ആ ഒരു സേഫ് ഹേവനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ, അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ ആസ്വദിച്ച പല കാര്യങ്ങളും വീണ്ടും ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പാരൻസ് ചിലപ്പോൾ മക്കളുടെ കൂടെ അവർ ചെറുതായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഇടങ്ങൾ, അവർ ആസ്വദിച്ച കാര്യങ്ങളൊക്കെ മക്കൾക്ക് കൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. അത് ഒന്ന്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്നത് അതിൽ നിങ്ങൾ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികളാണ് എങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്ട്സിന് പുറകിലാണെങ്കിൽ അതിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം. പിന്നെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ എവിടെയാണ് കുറച്ച് പുറകിൽ, അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലും ആവാം. അതേപോലെ തന്നെ 9 of Swords ആൻഡ് 3 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അതായത് താല്പര്യമില്ലാത്തൊരു കാര്യം, താല്പര്യമില്ലാത്ത മനസ്സോടു കൂടിയിട്ട് ചെയ്യുന്നു, കാരണം മറ്റൊരാൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മാറ്റി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നുണ്ട്. നിങ്ങളുടെ സക്സസ് പബ്ലിക്കാണ്, അതായത് മറ്റുള്ളവർ 4 ആൾ അറിയുന്ന രീതിയിലാണ് സക്സസ്ഫുൾ ആകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലാണ് നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നതെങ്കിൽ കൂടുതൽ കാരണം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ലെവലിലേക്കുള്ള സക്സസ് കാണിക്കുന്നത്. പ്രൈവറ്റ് ആയിട്ട്, അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉന്നമനം ഉണ്ടായി, അപ്പോൾ അത്രയും ആ ഒരു കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ കഴിവുകൾ, സർഗാത്മകമായിട്ടുള്ള പരമായിട്ടുള്ള കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പബ്ലിക് സ്പീച്ച്, എന്തെങ്കിലും ഇവൻ്റ് ഓർഗനൈസിങ്, അതേപോലെ മീഡിയയുടെ മുമ്പിലോ അതുപോലുള്ള രീതിയിലൊക്കെ നിങ്ങൾ സക്സസ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വരുന്നുണ്ട്. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതേപോലെ വീട്, കുടുംബം, ഫാമിലി, നിങ്ങളുടെ പുതിയ വീട് വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള വീടാണെങ്കിൽ അത് റീഡെക്കറേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പ്രോപ്പർട്ടി, അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി അഭിമാനം, പലതും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ചിലപ്പോൾ നിങ്ങളുടെ വീടായിരിക്കും, വീട് ഈ ഒരു രീതിയിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നൊരു ഇതിലുള്ള നിങ്ങളുടെ കഴിവ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് വോർട്ടെക്സ് എനർജിയാണ്, അതേപോലെ 10 of Cups എനർജി കണക്ഷൻസ്. അപ്പോൾ ഈ ഒത്തിരി നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരിയുള്ള സംഘർഷങ്ങൾ അടുത്തിടെയായിട്ട് അനുഭവിക്കുന്ന അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം, ഈ ഒരു ടെർബുലൻസ് ഒക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൈറ്റ് യാത്രയിലുണ്ട്, അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ, അതേപോലെ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടാവും ചില ആളുകൾ. ഇനി ഇത് മതി, ഇതല്ല ഞാൻ ആഗ്രഹിച്ച കാര്യമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണ്.
ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്, ചില കോൺട്രാക്റ്റ് വേണ്ടെന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതായത് യു ആർ ടേക്കിംഗ് ബാക്ക് യുവർ പവർ. ഇത്രയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം പറയാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.